അയ്യപ്പസ്വാമി കൊള്ളക്കാരെ അമർച്ച ചെയ്യുവാനായിട്ട് യോദ്ധാക്കൾ ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ യോദ്ധാക്കളുടെ ഒരു കൂട്ടം വിളിച്ചു ചേർത്ത് അന്യായത്തിനെതിരെ പൊരുതുവാനായി ആലുവ ശിവരാത്രി മണപ്പുറത്തുള്ള ആലുംകാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാദേവൻ്റെ അമ്പലത്തിനോട് ചേർന്ന് ആലുംകാട്ടിൽ വെച്ച് വിളിച്ചു ചേർത്ത യോഗമാണ് ആലങ്ങാട്ട് യോഗം. പിന്നീട് അത് ലോപിച്ച് ആലുംകാടി യോഗവും പിന്നെ അത് ആലങ്ങാടി യോഗവുമായി. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഞങ്ങൾ അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ സ്വാമിയുടെ പിതാവായ മഹാദേവൻ്റെ ആളുകളായി വിദുസ്ഥാനീയരായിട്ടാണ് ഇപ്പോഴും ഗണിച്ചു വരുന്നത്. ഞങ്ങളുടെ യോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ അയ്യപ്പസ്വാമിയോടൊപ്പം എല്ലാവിധ കൊള്ളക്കാരെയും കള്ളന്മാരെയും അമർച്ച ചെയ്യുവാനും ശബരിമലയിൽ ആദ്യത്തിലിരുന്ന ആൾക്കാരെല്ലാം അവിടുന്ന് തുരത്തി ആ ക്ഷേത്രം പുതുക്കി പണിയാനും എല്ലാം ചെയ്യുകയും അതിന് പ്രവൃത്തി ചെയ്യുകയും അതിനൊരുമിച്ച് പോയ യോദ്ധാക്കളാണ്, ശൈവ യോദ്ധാക്കളാണ്. ഇതിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചടങ്ങിനെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നലെ ആലുവ മണപ്പുറത്തുള്ള മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് വാങ്ങിയ ഗോളയും കൊടിയും അവിടെ നിന്ന് പുറപ്പെട്ട് ആലങ്ങാട് ദേശത്തുള്ള ആ ക്ഷേത്രങ്ങളിൽ പോയി കാണിക്കയിട്ട് വൈകിട്ട് ആലങ്ങാട്ട് യോഗത്തിൻ്റെ ആസ്ഥാനമായ മഞ്ഞപ്രയിലുള്ള 18 പടിയോടുകൂടിയുള്ള ക്ഷേത്രത്തിൽ വച്ച് പെട്ടപ്പുറപ്പാട് നടത്തി ശേഷം അയ്യപ്പസ്വാമിക്ക് വിളക്കും പാട്ടും പൂജയും നടത്തിയാണ് ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടത്. ശേഷം ഇന്ന് വൈകിട്ടോടെ പെരുമ്പാവൂരുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഇവിടെ വെച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടമാതിരിയുള്ള പാരക പൂജയും പാട്ടും എല്ലാം നടത്തി ശേഷം സ്വാമിയെ എഴുന്നള്ളിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ആലങ്ങാട്ട് യോഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കോളയും എഴുന്നള്ളിച്ച് ആണ് നമ്മളിപ്പോൾ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്.